ഈ സെഷനിൽ നമ്മൾ നോക്കുന്നത് HTML-ന്റെ കുറച്ച് ബേസിക് ആയ കാര്യങ്ങൾ. എന്താണ് HTML? അതിൻ്റെ കുറച്ച് ബേസിക് ആയ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഒരു വെബ്സൈറ്റ്, ഏത് വെബ്സൈറ്റ് ആണെങ്കിലും വെബ് ആപ്ലിക്കേഷൻ ആണെങ്കിലും അത് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അതിൻ്റെ ഏറ്റവും ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഒന്ന് HTML ആണ്. ഞാനൊരു ഏത് വെബ്സൈറ്റിൻ്റെ ആണെങ്കിലും അത് ഉണ്ടാക്കിയിട്ടുള്ള HTML കറക്റ്റായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് വ്യൂ പേജ് ചോയ്സ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു പേജ് ഉണ്ടാക്കാനുള്ള HTML ആണ്. അപ്പം ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ HTML ഫയലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക ഡോക് ടൈപ്പ് എന്ന് പറയുന്ന ഒരു ടാഗ് വെച്ചിട്ടാണ്. അതുപോലെ നമുക്ക് HTML എന്ന് പറയുന്ന ഒരു ടാഗ് ഉണ്ട്, ഹെഡ് എന്ന് പറയുന്ന ടാഗ് ഉണ്ട്. പിന്നെ അതിൻ്റെ താഴോട്ട് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റും കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്കൊരു HTML ഫയൽ നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനിവിടെ വന്നു. ഞാൻ ഫസ്റ്റ് ഉള്ളതെല്ലാം ഡിലീറ്റ് ചെയ്യാണ്. ഓക്കെ, നമുക്കറിയാം, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ എപ്പോഴും ഡെവലപ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പ് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ സേവ് ചെയ്യുന്ന ഫോൾഡർ കറക്റ്റ് ലൊക്കേഷൻ തന്നെയാണ് നമ്മൾ ഉറപ്പുവരുത്തുന്നത് എപ്പോഴും. അല്ലാതെ ഡെസ്ക്ടോപ്പിലും പല ഡോക്യുമെൻറ്റ്സ് ഫോൾഡറിലും പല സ്ഥലങ്ങളിലായിട്ട് സ്പ്രെഡ് ചെയ്തിടരുത്. എപ്പോഴും നമ്മളൊരു ഓർഗനൈസ്ഡ് ആയിട്ട് തന്നെ ചെയ്യണം. ഓക്കെ, അപ്പം ഞാനിവിടെ വർക്ക് സ്പേസിൽ HTML പ്രാക്ടീസസ് എന്ന് പറയുന്ന ഒരു ഫോൾഡറിൻ്റെ ഉള്ളിൽ HTML01 എന്ന് പറയുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നുമില്ല, അത് എംപ്റ്റി ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെയും ഇത് എംപ്റ്റി ആയിട്ടാണ് കാണുന്നത്. ഇവിടെ വന്നിട്ട് ഞാനൊരു index.html എന്ന് പറയുന്ന ഒരു ഫയലും ക്രിയേറ്റ് ചെയ്യണം. HTML ഫയലിൻ്റെ എക്സ്റ്റൻഷൻ എപ്പോഴും HTML എന്നോ അല്ലെങ്കിൽ HTM എന്നോ, മിസ്സാക്കിയിട്ട് HTM എന്നോ, ഇതിലേതെങ്കിലും ഒന്നായിരിക്കും എപ്പോഴും HTML ഡോക്യുമെൻറ്റിൻ്റെ ഫയലിൻ്റെ എക്സ്റ്റൻഷൻ. അപ്പോൾ ഈ HTML എന്ന് പറഞ്ഞാൽ എന്താണ്? HTML എന്നുള്ളത് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം ആണ് HTML എന്ന് പറയുന്നത്. നമ്മളിവിടെ ഗൂഗിളിൽ വന്നിട്ട് HTML എന്നുള്ളത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് അല്ലെങ്കിൽ HTML. ഓക്കെ, അത് ഈ വെബിൻ്റെ ബ്രൗസറിൽ ഡിസ്പ്ലേ ചെയ്യേണ്ട കണ്ടന്റിനെ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. നോർമൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞുകൂടാ, കാരണം അതിൽ ആക്ച്വലി പ്രോഗ്രാമിംഗ് നമുക്ക് ചെയ്യാൻ കഴിയില്ല. അത് ശരിക്കും മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. അപ്പോൾ അത് ഉപയോഗിക്കുന്നത് ബ്രൗസറിൽ വെബ്സൈറ്റ് അല്ലെങ്കിൽ വെബ് ആപ്ലിക്കേഷൻ്റെ പാർട്ട് ബിൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മാർക്കപ്പ് ലാംഗ്വേജ് ആണ് HTML എന്ന് പറയുന്നത്. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് അതിൻ്റെ ഷോർട്ട് ഫോം, അതിൻ്റെ ഫുൾ ഫോം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഏത് HTML ഡോക്യുമെൻ്റ് ആണെങ്കിലും നമുക്ക് ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒന്ന് ഡോക് ടൈപ്പ് എന്ന് പറയുന്നത്, അത് മാൻഡേറ്ററി അല്ല. ഡോക് ടൈപ്പ് എന്നുള്ളത് നമുക്ക് HTML ഇതിന് ഡിഫറെൻറ്റ് വേർഷൻസ് അവൈലബിൾ ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ ഉപയോഗിക്കുന്ന HTML5 ആണ്. എല്ലാ ബ്രൗസറും, ക്രോമും ഫയർഫോക്സും സഫാരിയും എല്ലാ ബ്രൗസറുകളും HTML5 ഇപ്പം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ എല്ലാവരും ഉപയോഗിക്കുക HTML5 തന്നെയാണ് ഉപയോഗിക്കുക. അപ്പോൾ ഈ ഡോക് ടൈപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് HTML-ൻ്റെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഏത് വേർഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് സിസ്റ്റത്തിന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്, ഈ ഡോക് ടൈപ്പ് എന്ന് പറയുന്ന ടാഗ് ഉപയോഗിക്കുന്നത്. പിന്നെ അതിൽ നമ്മൾ HTML എന്ന് പറഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ HTML5 ആണ് അതിൻ്റെ മീനിങ്. HTML4 ആണെങ്കിൽ അതിന് നമ്മളിവിടെ വേറെ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. നോർമലി നമ്മളൊരിക്കലും ഇനി ബാക്കോട്ട് ഒരിക്കലും നമ്മൾ പോകില്ല, നമ്മളെപ്പോഴും HTML5 തന്നെയാണ് ഉപയോഗിക്കുക. അപ്പോൾ ഞാനിവിടെ ഡോക് ടൈപ്പ് കൊടുത്തു. എന്നിട്ട് ഞാൻ അടുത്തത് കൊടുക്കുന്നത് HTML എന്ന് പറയുന്ന ഒരു ടാഗാണ്. ഇതിന് ടാഗ് എന്ന് വിളിക്കാൻ കാരണം ഈ ലെസ് ദാൻ സിമ്പിൾ വെച്ച് സ്റ്റാർട്ട് ചെയ്തു, ഗ്രേറ്റർ ദാൻ സിമ്പിൾ വെച്ചിട്ട് എൻഡ് ചെയ്തു. ഇതിനാണ് നമ്മൾ ടാഗ് എന്ന് വിളിക്കുന്നത്. എപ്പോഴും നമ്മൾ പറയും HTML ടാഗ് എന്ന് പറയാം. ഈ HTML എന്ന് പറയുന്നത് ഒരു HTML ടാഗാണ്. ഓക്കെ, ഈ ടാഗിന് എപ്പോഴും നമുക്ക് ഇത് HTML ടാഗിൻ്റെ ഓപ്പണിംഗ് ടാഗ് എന്നാണ് ഇതിന് പറയാം. ഇതിന് ഓപ്പണിംഗ് ടാഗ് എന്നാണ് പറയാം, ഇതിന് ക്ലോസിംഗ് ടാഗ് എന്ന് പറയാം. ഈ ഓപ്പണിംഗ് ടാഗിൻ്റെ കേസിൽ ലെസ് ദാൻ, പിന്നെ ടാഗ് നെയിം, പിന്നെ ഗ്രേറ്റർ ദാൻ സിമ്പിൾ. പിന്നെ ക്ലോസിംഗ് ടാഗ് ആണെങ്കിൽ ലെസ് ദാൻ സ്ലാഷ്, പിന്നെ ടാഗ് നെയിം, പിന്നെ ഗ്രേറ്റർ ദാൻ സിമ്പിൾ, ഇങ്ങനെ ഉണ്ടാവാം. അപ്പോൾ എപ്പോഴും ഒരു HTML ഡോക്യുമെൻറ്റിൻ്റെ ഉള്ളിൽ മെയിൻലി നമുക്ക് 2 പോർഷൻസ് ഉണ്ടാവും. ഒന്ന് ഹെഡ് പോർഷൻ. ഇത് ശരിക്കും ഈ ഹെഡ് എന്ന് പറയുന്ന ഒരു പോർഷന്
ഇപ്പോൾ നമ്മൾ നോർമലി ഇപ്പോൾ നിങ്ങൾ നോട്ട് പാഡിലെല്ലാം ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു നോട്ട് പാഡ് എടുത്തിട്ട് എനിക്ക് HTML നോട്ട് പാഡിൽ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഏത് എന്ത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണെങ്കിലും HTML ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് HTML എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ഇത് HTML തന്നെ ഉള്ളൂ. ഞാൻ ടൈപ്പ് ചെയ്തത് മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ ഇവിടെ ആണെങ്കിലോ, ഇവിടെ ഇപ്പോൾ ഞാൻ ഈ ഹെഡ് റിമൂവ് ചെയ്തു. ഞാൻ എന്നിട്ട് ഒന്നും കൂടെ ഹെഡ് എന്നുള്ളത് ഞാൻ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇവിടെ ഈ ഗ്രേറ്റർ ദാൻ സിമ്പൽ കൊടുക്കുന്ന സമയം തന്നെ അതിൻ്റെ ക്ലോസിംഗ് ടാഗ് ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എക്സ്റ്റൻഷൻ HTML CSS സപ്പോർട്ടിൻ്റെ എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് മാത്രമാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങളിതിൽ അത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ എക്സ്റ്റൻഷൻ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ HTML മെയിനായിട്ട് 2 പോർഷനാണ് ഉണ്ടാവുക. HTML ടാഗിൻ്റെ ഉള്ളിൽ മെയിൻ 2 പോർഷൻ, ഒന്ന് ഹെഡ് പോർഷനും മറ്റൊന്ന് ബോഡി പോർഷനും. ഓക്കെ. അപ്പോൾ ഈ ഹെഡും ബോഡി എന്താണ്? ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഒരു ഞാനൊരു കത്ത് അയക്കുകയാണ്. ഇപ്പം പല ആൾക്കാരും കത്ത് എന്താണെന്ന് അറിയുന്നുണ്ടാവില്ല. കത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പേപ്പറിൽ നമുക്ക് എഴുതാനുള്ള കാര്യങ്ങളെല്ലാം എഴുതിയിട്ട് പിന്നെ വേറൊരു സ്ഥലത്തുള്ള ഒരാൾക്ക് നമ്മൾ കൊടുത്തയക്കുന്നതാണ്. നമ്മൾ പോസ്റ്റ് ഓഫീസും കാര്യങ്ങളെല്ലാം അതിനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളതിൽ ഇപ്പം നമുക്ക് പലർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ പിന്നെ ഞാൻ ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് പേയ്മെൻറ്റ് നടത്തുന്നില്ലെങ്കിൽ അവർ എനിക്ക് നോട്ടീസ് അയക്കും. ഇതെല്ലാം നമുക്ക് പോസ്റ്റ് ഓഫീസ് വഴിയാണല്ലോ വരുന്നത്. അപ്പോൾ അതിലെല്ലാം ശരിക്കും 2 പോർഷൻ ഉണ്ടാവും. ഒന്ന് അതിൻ്റെ പുറത്തുള്ള അഡ്രസ്സ്, എങ്ങോട്ട് പോകണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ അതിൻ്റെ ഉള്ളിൽ ആക്ച്വൽ കണ്ടന്റ്. അപ്പോൾ ഇതിലുള്ള ഈ അഡ്രസ്സ് എന്ന് പറയുന്നത് പോസ്റ്റ് ഓഫീസിലുള്ള ആളുകൾക്കും പോസ്റ്റ്മാനിലും വായിക്കാനുള്ളതാണ്. അതിൻ്റെ ഉള്ളിലുള്ള കണ്ടന്റ് ആരാണോ റിസീവ് ചെയ്യുന്നത് അവർക്ക് വായിക്കാനുള്ളതാണ്. അതുപോലെ തന്നെ HTML ടാഗിൻ്റെ ഉള്ളിൽ മെയിൻലി 2 പോർഷൻ ഉണ്ടാവും. ഹെഡ് എന്ന് പറയുന്ന പോർഷനും ബോഡി എന്ന് പറയുന്ന പോർഷനും. അതിൽ ഈ ഹെഡ് എന്ന് പറയുന്ന പോർഷന് മെയിൻലി മെഷീനും ബ്രൗസറിനും മനസ്സിലാക്കാനുള്ള കുറേ കാര്യങ്ങളാണ് നമ്മളതിൽ കൊടുക്കുക. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് കവർ ചെയ്യും. പിന്നെ ഈ ബോഡി എന്ന് പറയുന്ന സെക്ഷനാണ് ആക്ച്വലി നമുക്ക് ഈ ബ്രൗസറിൻ്റെ നമ്മൾ ഈ കാണുന്ന ഭാഗം ഉണ്ടല്ലോ, ഇതാണല്ലോ നമ്മൾ കാണുന്ന ഭാഗം. ബ്രൗസർ ഓപ്പൺ ആക്കി ഒരു വെബ് അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കീബോർഡ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന പോർഷനിൽ വരേണ്ട കണ്ടന്റ് ആണ് നമ്മൾ ഈ ബോഡി പോർഷൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ബോഡി ടാഗിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഒരു HTML ഡോക്യുമെൻറ്റിൻ്റെ അല്ലെങ്കിൽ HTML ഡോക്യുമെൻറ്റിനുള്ളിൽ നമ്മൾ ആദ്യം ഡോക് ടൈപ്പ് കൊടുക്കുക. ഇത് മാൻഡേറ്ററി അല്ല. പിന്നെ നമുക്കുണ്ടാവും HTML എന്ന് പറയുന്നൊരു ടാഗ്. ഈ HTML ഒരു ക്ലോസിങ് ടാഗ് ഉണ്ടാവും. പിന്നെ അതിൻ്റെ ഉള്ളിൽ മെയിൻലി 2 പോർഷൻ, ഹെഡും ബോഡിയും. അപ്പോൾ ഇത് ശരിക്കും കറക്റ്റ് ഫോർമാറ്റിലല്ല കിടക്കുന്നത്. ഞാൻ ഇതിലൂടെ സേവ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ ഫോർമാറ്റ് ഡോക്യുമെൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫോർമാറ്റ് ഇതിട്ട് കാണിച്ചു തരും. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും HTML-ൻ്റെ ഉള്ളിൽ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഒരേ ലൈനിലായതുകൊണ്ട് നമുക്കറിയാൻ പറ്റും എവിടെ സ്റ്റാർട്ട് ചെയ്ത് എവിടെ എൻഡ് ചെയ്യുന്നു എന്നുള്ളത്. അതുപോലെ ബോഡിയും ഹെഡും ബോഡിയും. അപ്പോൾ നമുക്ക് എല്ലാ HTML ഡോക്യുമെൻ്റ് ഉള്ളിൽ ഉണ്ടാകുന്ന പാർട്ട് എന്ന് പറയുന്നത് ഈ ഡോക് ടൈപ്പും HTML-ഉം ഹെഡും ബോഡിയും തന്നെയാണ് ഉണ്ടാവുക. അത് നമുക്ക് മേക്ക് ഷുവർ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഈ കീബോർഡിൻ്റെ വെബ്സൈറ്റിൻ്റെ സോഴ്സ് ആണല്ലോ ഇത്. നമ്മൾ നേരത്തെ വെബ്സൈറ്റിൽ വന്നിട്ട് നമ്മളിവിടെ റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് വ്യൂ പേജ് സോഴ്സ് എടുത്തതാണ് അല്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ സോഴ്സ് കോഡാണിത്. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് Ctrl+A എല്ലാതും കൂടെ കണ്ടന്റ് സെലക്ട് ചെയ്യാനാണ് നമ്മൾ Ctrl+A ഉപയോഗിക്കുന്നത്. സെലക്ട് ഓൾ എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ്. Ctrl+A എന്നിട്ട് ഞാൻ Ctrl+C കൊടുത്തു ഒന്നായിട്ട് കോപ്പി ചെയ്യാൻ വേണ്ടി. കോപ്പി ചെയ്തിട്ട് ഞാൻ ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് ഞാനിവിടെ ഒരു sample.html എന്ന് പറയുന്ന ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ ഇതിൽ കൊണ്ടുവന്നിട്ട് Ctrl+V കൊടുത്തിട്ട് പേസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ കണ്ടന്റ്, ആ ബ്രൗസറിൽ നിന്നുള്ള കണ്ടന്റിനെ ഞാൻ ഇവിടെ അവിടുന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് കൊടുത്തു. എന്നിട്ട് ഞാനിവിടെ ഫോർമാറ്റ് ഡോക്യുമെന്റ് കൊടുത്തു. ചില സമയത്ത് പ്രിന്റർ അത് പിക്ക് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ പിക്ക് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് ഫോർമാറ്റ് ഡോക്യുമെന്റ് വിത്ത് കൊടുക്കുക. എന്നിട്ട് HTML ലാംഗ്വേജ് ഫീച്ചേഴ്സ് വെച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അതിൽ HTML ഫോർമാറ്റിംഗ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഡോക് ടൈപ്പ് വരുന്നുണ്ട്, പിന്നെ HTML ടാഗ് വരുന്നുണ്ട്. HTML ലാംഗ്വേജ് അതിൻ്റെ കൂടെ ലാംഗ്വേജ് EN/US എന്നുള്ളത് വരുന്നുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന കണ്ടന്റ് ഏത് ലാംഗ്വേജിലാണ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല, ആക്ച്വൽ ലാംഗ്വേജ് ഏത് ലാംഗ്വേജിലാണ്, EN ഇംഗ്ലീഷ് ആണ്, അത് US ഇംഗ്ലീഷ് ആണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇത് മാൻഡേറ്ററി അല്ല, ഇത് മാൻഡേറ്ററി അല്ല, ഇത് മാൻഡേറ്ററി അല്ല. പക്ഷേ HTML ടാഗ് മാൻഡേറ്ററി ആണ്, ഹെഡ് മാൻഡേറ്ററി ആണ്.
ഇവിടെ വന്നിട്ട് എനിക്ക് ഇതിനെ ഇങ്ങനെ കൊളാപ്സ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. ഞാൻ കൊളാപ്സ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഹെഡ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടുന്ന് എൻഡ് ചെയ്തു. അതിൻ്റെ ഇടയിൽ ഒരുപാട് കോഡുണ്ട്. ഈ കോഡെല്ലാം കമ്പ്യൂട്ടറിന് മനസ്സിലാവും, ബ്രൗസറിന് മനസ്സിലാവാനുള്ള കോഡാണ്. ഡെവലപ്പർ ഡയറക്റ്റ് നമുക്ക് യൂസർക്ക് ഡയറക്റ്റ് ഡിസ്പ്ലേ ചെയ്യേണ്ട കോഡല്ല, അത് കമ്പ്യൂട്ടറിന് മനസ്സിലാകാൻ വേണ്ടി നമ്മൾ എഴുതുന്ന കോഡാണ് മെയിനായിട്ടുള്ളത്. പിന്നെ വരുന്നതാണ് ബോഡി ടാഗ്. ഈ ബോഡി ടാഗും ഇതുപോലെ എനിക്ക് ഇവിടെ കൊളാപ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഡോക് ടൈപ്പ് HTML ടാഗ് ഹെഡ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു എൻഡ് ചെയ്തു, ബോഡി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു എൻഡ് ചെയ്തു, പിന്നെ HTML ക്ലോസ് ചെയ്തു. അപ്പോൾ എല്ലാ HTML ഡോക്യുമെൻറ്റിലും നിർബന്ധമായിട്ട് ഉണ്ടാകുന്ന ഒരു പോർഷനാണ് ഹെഡും ബോഡിയും. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് ഈ ഫയലും കൂടെ ഞാൻ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെ നമ്മൾ ഇവിടെ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ HTML ഡോക്യുമെൻ്റ്, എന്നിട്ട് അതിൽ ഹെഡ്, ഇതിൽ ബോഡി, എന്നിട്ട് ഞാൻ ഈ ബോഡി ടാഗിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഞാൻ ചെറിയൊരു കണ്ടന്റ് കൊടുക്കുകയാണ്. H1 എന്ന് പറയുന്നത്. H1 എന്ന് പറയുന്നത് നമുക്ക് ഈ നോർമൽ HTML കണ്ടന്റിനെ നമുക്ക് രണ്ട് തരത്തിലുള്ള കണ്ടന്റ് കൊടുക്കാൻ പറ്റും. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം നമ്മളൊരു വീട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യൽ എന്താണ്? നമ്മൾ ആദ്യം വീടിൻ്റെ സ്ട്രക്ചറാണ് ആദ്യം ബിൽഡ് ചെയ്യുക, അല്ലേ? സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ ഏതൊക്കെ റൂമുകൾ, ഇങ്ങനെയാണ് പാർട്ടീഷൻ ചെയ്യുന്നത്, അങ്ങനെയാണ് നമ്മൾ ബിൽഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ സ്ട്രക്ചർ ബിൽഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കല്ലുകളും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ചുമര് വെച്ചിട്ടാണ് നമ്മൾ സ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും നമുക്ക് വെബ്സൈറ്റിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെബ്സൈറ്റിൻ്റെ സ്ട്രക്ചർ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, എല്ലാ വെബ്സൈറ്റിനും ഇതിൻ്റെ ഏറ്റവും ടോപ്പ് പോർഷൻ, ഈ ലോഗോയും നാവിഗേഷനും കാര്യങ്ങളെല്ലാം ഉള്ള ഈ ഒരു പോർഷനെ നമുക്ക് ഹെഡർ എന്ന് വിളിക്കാൻ പറ്റും. അതേപോലെ അതിൻ്റെ തൊട്ട് താഴെ വരുന്ന ഈ ഒരു പോർഷനെ നമുക്കതിൻ്റെ ബാനർ എന്നുള്ളത് വിളിക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ താഴെയാണ് കണ്ടന്റ് വരിക. എന്നിട്ട് ഏറ്റവും താഴെ വരുന്ന ഒരു പോർഷൻ ഉണ്ടാവും, ഇത് നമ്മൾ ഈ ബ്ലൂ കളറിൽ കാണുന്നത്, ഇത് നമ്മൾ ഫൂട്ടർ എന്ന് വിളിക്കാം. അപ്പോൾ ഹെഡറും ഫൂട്ടറും അതിൻ്റെ മിഡിൽ കണ്ടന്റും, ഇങ്ങനെയാണ് നോർമലി എല്ലാ വെബ്സൈറ്റിലും ഉണ്ടാവുക. നിങ്ങൾ ഏത് വെബ്സൈറ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഏകദേശം അതുപോലെ തന്നെ ഉണ്ടാവാം. ഞാനിവിടെ വന്നിട്ട് ആമസോണിൻ്റെ വെബ്സൈറ്റ് എടുക്കുകയാണ്. അപ്പോൾ ഇതിൽ നോക്കി കഴിഞ്ഞാലും ഏറ്റവും മേലെ ഹെഡർ, പിന്നെ ഒരു ബാനറുകൾ, ഇവിടെ കുറേ ഇതുപോലെ നമുക്ക് ഇങ്ങനെ ഡിഫറെൻറ്റ് ഇമേജസ് എല്ലാം കാണാനുള്ള ബാനറുകൾ, അതിന് താഴെ അതിൻ്റെ കണ്ടന്റ്, ഏറ്റവും താഴെ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഫൂട്ടർ. അപ്പോൾ എല്ലാ വെബ്സൈറ്റിലും ഇതേ ഫോർമാറ്റിൽ തന്നെ ഉണ്ടാവാം. അപ്പോൾ ഇതിൽ പക്ഷേ സ്ട്രക്ചറൽ വ്യത്യാസങ്ങൾ വരില്ല. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഈ ഒരു പേജിൽ ഇങ്ങനെയാണ് വരുന്നത്. ഇനിയിപ്പോൾ ഞാനിവിടെ ഞാനൊരു പ്രോഡക്റ്റ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പേജിൻ്റെ സ്ട്രക്ചർ എന്താണ്? ഹെഡർ ഉണ്ട്, നാവിഗേഷൻ ബാർ ഉണ്ട്, പിന്നെ ഇവിടെ ലെഫ്റ്റിൽ നാവിഗേഷൻ ഉണ്ട്, ഇവിടെ പ്രോഡക്റ്റ് ലിസ്റ്റ് ഉണ്ട്, പിന്നെ ഏറ്റവും താഴെ ഫോട്ടോ ഉണ്ടാവും. ഇങ്ങനെയാണ് ഇതിലുള്ളത്. അപ്പോൾ ഓരോരോ പേജിനും ഡിഫറെൻറ്റ് രീതിയിലുള്ള സ്ട്രക്ചറാണ്. പക്ഷേ അതിൽ ഒരുപാട് പോർഷൻ കോമൺ ആയിരിക്കും. ഇപ്പോൾ ഈ ഹെഡറും ഫൂട്ടറും കോമൺ ആണ്, മിഡിലുള്ള കണ്ടന്റ് മാത്രമാണ് സ്ട്രക്ചറിൽ വേരിയേഷൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ വെബ്സൈറ്റിൻ്റെയും ഈ സ്ട്രക്ചർ ബിൽഡ് ചെയ്യാൻ വേണ്ടി ഹെഡർ പോർഷൻ ക്രിയേറ്റ് ചെയ്യാനും ഫൂട്ടർ പോർഷൻ ക്രിയേറ്റ് ചെയ്യാനും മിഡിൽ പോർഷനെ പാർട്ടീഷൻ ചെയ്യാൻ മാത്രം അതിനുള്ള കുറച്ച് ടാഗുകളുണ്ട്. അത് നമ്മൾ സ്ട്രക്ചറൽ ടാഗ്സ് എന്ന രീതിയിലാണ് നമ്മൾ അതിനെ വിളിക്കുക. ഓക്കെ, അതുപോലെ നമുക്ക് ഈ ഡിഫറെൻറ്റ് കണ്ടന്റുകൾ കാണിക്കാൻ, ഇപ്പോൾ ഈ വാച്ചിൻ്റെ ഇമേജ് കാണിക്കാൻ, അതേപോലെ ഈ ഒരു ടൈറ്റിൽ കാണിക്കാൻ, പിന്നെ സബ് ടൈറ്റിൽ കാണിക്കാൻ, അതേപോലെ റിവ്യൂവും റേറ്റിംഗ്സും കാണിക്കാൻ, പ്രൈസസ് കാണിക്കാൻ, കളേഴ്സ് ഡിഫറെൻറ്റ് കളേഴ്സിൽ കാണിക്കാൻ, അങ്ങനെ. അതേപോലെ ഈ ഇപ്പം കീബോർഡിൻ്റെ വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വീഡിയോ റൺ ചെയ്യുന്നുണ്ട്, അപ്പോൾ വീഡിയോ കാണിക്കാൻ, അങ്ങനെ ഡിഫറെൻറ്റ് പർപ്പസിനുള്ള ടാഗുകളുണ്ട്. അതല്ലാണ്ട് ഇങ്ങനെ അതിൻ്റെ സ്ട്രക്ചർ, വീടിൻ്റെ പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചുമര് ഉപയോഗിക്കുന്നത് പോലെ, അതുപോലെ ചുമര് ബിൽഡ് ചെയ്യാൻ അല്ലെങ്കിൽ പാർട്ടീഷൻ ബിൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന, സ്ട്രക്ചർ ബിൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്ട്രക്ചറൽ ടാഗുകളും കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു H1 എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് ഹെഡിങ് കൊടുക്കാനുള്ളതാണ്. ഹെഡിങ് കൊടുക്കാൻ ഉപയോഗിക്കുന്നതാണ് H1 മുതൽ H1 എന്നുള്ളത് ഞാൻ ഹെഡിങ് ഇങ്ങനെ ഞാൻ കൊടുത്തു. അപ്പോൾ ഈ ഹെഡിങ്ങിന് തന്നെ നമുക്ക് ഡിഫറെൻറ്റ് സൈസിൽ കൊടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു വലിയൊരു ന്യൂസ് ആർട്ടിക്കിൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൻ ഹെഡിങ് ഉണ്ടാവും, സബ് ഹെഡിങ് ഉണ്ടാവും, പല പല ലെവലിൽ കൊടുക്കേണ്ട ഹെഡിങ്സ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതിന് ആ പർപ്പസിനെല്ലാം കൂടെ ആയിട്ട് തന്നെ ഈ HTML നമുക്ക് ഇതേപോലെ പല പർപ്പസിന് പല സൈസിൽ കൊടുക്കാൻ പറ്റുന്ന ഹെഡിങ് ടാഗ് തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് H1 എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് അതിൻ്റെ ഏറ്റവും സൈസ് കൂടിയ ഹെഡിങ് ടാഗ്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെയുള്ളത് H2, ഇങ്ങനെ നമുക്ക് H6 വരെയുള്ളതുണ്ട്. ഓക്കെ, ഞാനിവിടെ H1 H2 കൊടുത്തു. അപ്പോൾ ഇതിൽ ഈ ഒരു പോർഷന്, ഈ ഒരു സ്റ്റാർട്ടിങ് മുതൽ ഇതുവരെ ഉള്ളതിന് നമ്മൾ ഓപ്പണിംഗ് ടാഗ് എന്നുള്ളതും ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ക്ലോസിംഗ് ടാഗ് എന്നുള്ളതും
ഇതിൻ്റെ മിഡിൽ വരുന്ന ഈ ഒരു പോർഷനെ കണ്ടന്റ് എന്നുള്ളതാണ് വിളിക്കുക. അത് കണ്ടന്റ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് കണ്ടന്റ് ആവണമെന്നില്ല, ഏത് ടൈപ്പ് ഓഫ് കണ്ടന്റ് ആവാം. അപ്പോൾ ഈ ബോഡി ടാഗിൻ്റെ ഇതാണ് ഈ ബോഡിൻ്റെ ഓപ്പണിംഗ് ടാഗ്, ഇതാണ് ഇതിൻ്റെ ക്ലോസിംഗ് ടാഗ്. ഇത് മൊത്തത്തിൽ അതിൻ്റെ കണ്ടന്റ് ആണ്, അത് പ്രത്യേകം മനസ്സിലാക്കുക. ഓക്കെ, അതേപോലെ ഇപ്പോൾ നമുക്ക് HTML ആണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ലാംഗ്വേജ് ഈക്വൽ ടു EN/US എന്നുള്ളത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇതാണ് അതിൻ്റെ ഓപ്പണിംഗ് ടാഗ്, ഇതാണ് അതിൻ്റെ ക്ലോസിംഗ് ടാഗ്. ഈ മിഡിൽ വരുന്ന കംപ്ലീറ്റ് പോർഷനും അതിൻ്റെ കണ്ടന്റ് ആണ്. അപ്പം ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് എല്ലാ ടാഗിനും നമുക്ക് ഇതുപോലെ കുറച്ച് വാല്യൂസ് കൊടുക്കാൻ പറ്റും. അതിന് കീ ഈക്വൽ ടു വാല്യൂ ഇങ്ങനെയാണ് കൊടുക്കുക. ഇത് നമ്മൾ വിളിക്കുക ആട്രിബ്യൂട്ട് എന്നുള്ളതാണ്, ലാംഗ്വേജ് ആട്രിബ്യൂട്ട് ആണത്. ലാംഗ്വേജ് ആട്രിബ്യൂട്ടിന് നമുക്ക് കൊടുക്കുന്ന വാല്യൂസ് ഏത് ആട്രിബ്യൂട്ട് ആണെന്നുണ്ടെങ്കിലും ലാംഗ്വേജ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് ഇത് കീയും അതിൻ്റെ വാല്യൂ ആണ്. ഇതിനെ വിളിക്കുന്ന പേര് ആട്രിബ്യൂട്ട് എന്നുള്ളതാണ്. അപ്പം എനിക്കിവിടെ ഈ എല്ലാ ടാഗിനും നമുക്ക് ഇതുപോലെ ആട്രിബ്യൂട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ H1 ആണ്, അതിന് ഞാനിവിടെ ഒരു ആട്രിബ്യൂട്ട് കൊടുക്കുകയാണ്, സ്റ്റൈൽ ഈക്വൽ ടു കളർ റെഡ്. ഇവിടെ നമ്മൾ ഈ കൊടുക്കുന്ന സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു ആട്രിബ്യൂട്ടാണ്. ഇവിടെ കളർ റെഡ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് അതിൻ്റെ ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ ആണ്, സ്റ്റൈൽ ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ ആണിത്. അപ്പോൾ എപ്പോഴും ആട്രിബ്യൂട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ സിംഗിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ നമുക്ക് അതിൻ്റെ വാല്യൂ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനെ മൊത്തത്തിൽ ഇതുവരെയുള്ള പോർഷൻ നമ്മൾ വിളിക്കുന്നത് ഓപ്പണിംഗ് ടാഗ് ആണ്, ഈ ഒരു ഗ്രേറ്റർ ദാൻ സിമ്പിൾ വരെയുള്ളത് ഇതിൻ്റെ ക്ലോസിംഗ് ടാഗ് ആണ്. ഈ ഓപ്പണിംഗ് ടാഗിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മൾട്ടിപ്പിൾ ആട്രിബ്യൂട്ട് കൊടുക്കാൻ പറ്റും. ഈ ആട്രിബ്യൂട്ടിനുള്ള ഓരോ മീനിങ് ഉണ്ട്. ഇവിടെ സ്റ്റൈൽ എന്ന് പറഞ്ഞ് കൊടുക്കുന്നതിന് ബ്രൗസർ മനസ്സിലാക്കുന്ന ഒരു മീനിങ് ഉണ്ട്. ഓക്കെ, അങ്ങനെ ഞാനിതെല്ലാം സേവ് ചെയ്തു. ഇനി ഞാൻ സേവ് ചെയ്തിട്ട് ഇവിടെ ഞാൻ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ നമ്മൾ എക്സ്റ്റൻഷനിൽ വന്നിട്ട് ഈ ലൈവ് സെർവർ എന്ന് പറയുന്ന ഒരു എക്സ്റ്റൻഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യം അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് ഈ ഒരു ഫയലിൻ്റെ മേലെ റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് ഓപ്പൺ വിത്ത് ലൈവ് സെർവർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ കമ്പ്യൂട്ടറിലുള്ള ഡീഫോൾട്ട് ബ്രൗസർ ഏതാണോ, ഈ കമ്പ്യൂട്ടറിൽ എഡ്ജ് ആണ് ഡീഫോൾട്ട് ബ്രൗസർ. അപ്പോൾ ഏതാണോ ഡീഫോൾട്ട് ബ്രൗസർ, ആ ഡീഫോൾട്ട് ബ്രൗസറിൽ വന്നിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ കൊടുത്തുള്ള ആ കണ്ടന്റ് ഓപ്പൺ ആവും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിനെ ക്രോമിൽ നിങ്ങൾ ഡീഫോൾട്ട് ബ്രൗസർ എഡ്ജ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇനി ക്രോമിൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ URL ഇവിടുന്ന് കോപ്പി ചെയ്യുക. ഇത് നിങ്ങൾക്ക് ക്ലോസ് ചെയ്തിട്ട് നേരെ ക്രോമിൽ വരിക. ക്രോമിൽ വന്നിട്ട് നിങ്ങൾക്ക് ഒരു പുതിയ ടാബ് എടുക്കുക. ആ ടാബിൽ നിങ്ങൾ ആ URL പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഇവിടെ ലോഡാവും. ഓക്കെ, ഏത് ബ്രൗസറിൽ വേണമെങ്കിലും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു പേജ് നമുക്ക് ഇവിടെ ലോഡ് ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് ലോഡ് ചെയ്തിട്ടുള്ള ലൈവ് സെർവർ എന്ന് പറയുന്ന ഒരു ചെറിയൊരു എക്സ്റ്റൻഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലിവിടെ ഈ കാണുന്നത് നമ്മളെ കമ്പ്യൂട്ടറിൻ്റെ IP അഡ്രസ്സാണ്. ഞാൻ മുമ്പ് സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാ കമ്പ്യൂട്ടറിനും ഓരോ യുണീക്ക് ആയിട്ടുള്ള IP അഡ്രസ്സ് ഉണ്ടാവും. ഇവിടെ നമ്മൾ ഇൻ്റർനെറ്റിൽ ഡയറക്റ്റ്ലി നമ്മൾ ആക്സസിബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിൽ ഒരു നോർമൽ ഇതിൻ്റെ ലോക്കൽ IP അഡ്രസ്സാണ്, ഈ കമ്പ്യൂട്ടറിൽ മാത്രം അപ്ലിക്കബിൾ ആയിട്ടുള്ള ലോക്കൽ IP അഡ്രസ്സാണിത്. ഇങ്ങനെ IP അഡ്രസ്സും പോർട്ട് നമ്പർ, ഇത് നമ്മൾ പോർട്ട് നമ്പർ എന്നാണ് വിളിക്കുക. പോർട്ട് നമ്പർ, പിന്നെ നമ്മൾ ഫയൽ നെയിം, ഇങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത ഹെഡിങ് നമുക്കിവിടെ ഇപ്പം കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഇതിൽ ഏറ്റവും H1 എന്ന് പറയുന്ന കുറച്ച് ഏറ്റവും സൈസ് കൂടിയതാണ്, ഏറ്റവും സൈസ് കുറഞ്ഞത് H6 വരെയാണ് നമുക്കുള്ളത്. H4, H5, H6 വരെയുള്ള ടാഗുകളുണ്ട്. ഒരുപോലെ തന്നെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്. അതിൽ പിന്നെ ഇവിടെ ഡിഫറെൻറ്റ് സൈസിലുള്ള ഹെഡിങ് നമുക്ക് കൊടുക്കാനുള്ള ടാഗാണത്, അത് കണ്ടൻറ്റ് കൊടുക്കാനുള്ള ടാഗാണത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഒരു നേരത്തെ പറഞ്ഞത് ഓപ്പണിംഗ് ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ദാൻ സിമ്പിൾ മുതൽ ഗ്രെയ്റ്റർ ദാൻ സിമ്പിൾ വരെയുള്ള പോർഷനാണ്. അതിനുള്ളിൽ നമുക്ക് എത്ര ആട്രിബ്യൂട്ട് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. പിന്നെ കണ്ടൻറ്റും അതിൻ്റെ ക്ലോസിംഗ് ടാഗും. ഓക്കെ, ഇതിൽ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് പിന്നെ എന്തെങ്കിലും ചേഞ്ച് ചെയ്തിട്ട് ഞാനിവിടെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ബ്രൗസറിൽ പോകുമ്പോഴേക്കും അതിവിടെ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടാവും. അത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഓട്ടോ റീലോഡിങ്. ഓട്ടോ റീലോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ പേജിനെ റീലോഡ് ചെയ്യും. നമ്മളിവിടെ വന്നിട്ട് ഇങ്ങനെ റീലോഡ് ക്ലിക്ക് ചെയ്യുന്നതിൻ്റെ മുമ്പ് അവർ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് റീലോഡ് ചെയ്യും. ലൈവ് സെർവറിൽ ശരിക്കും ആ ഒരു ഫീച്ചർ ഉണ്ട്. നമ്മൾ ലൈവ് സെർവർ എന്ന് പറയുന്ന
ആ ഒരു എക്സ്റ്റൻഷൻ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ആ ഫീച്ചർ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ലൈവ് സെർവറിലുള്ള നമുക്കിവിടെ ഇനിയിപ്പോൾ നിങ്ങൾ ലൈവ് സെർവറിൽ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ, ചിലപ്പം അവിടെ റിഫ്രഷ് ആകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇവിടെ നിങ്ങൾ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ പോർട്ട് നമ്പർ 55000 നിങ്ങൾ കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിപ്പോൾ ക്ലോസ് ആയി. ഒരു ഡിസ്പോസിംഗ് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പോൾ എന്നിട്ട് പറയാൻ സെർവർ ഈസ് നൗ ഓഫ്ലൈൻ എന്നുള്ള രീതിയിൽ കാണിക്കും. ഓഫ്ലൈൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ബ്രൗസറിൽ നിങ്ങൾക്ക് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടൂല. ഇവിടെ ലോഡിംഗ് ആണ്. കുറച്ച് കഴിഞ്ഞാൽ സൈറ്റ് കാൺബി റീച്ച് എന്നുള്ള എറർ അടിക്കും. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വരിക. എന്നിട്ട് ഇവിടെ ഈ ഗോ ലൈവ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വീണ്ടും ലൈവ് ആവും. അപ്പോൾ നമുക്ക് വീണ്ടും ഇത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ബ്രൗസറിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അത് പേജ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ലൈവ് സെർവർ എന്ന് പറയുന്നത് നമ്മൾ ലോക്കലി നമ്മൾ തൽക്കാലത്തേക്ക് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയുള്ള ചെറിയൊരു എക്സ്റ്റൻഷനാണ്. നമ്മൾ ഈ കണ്ടന്റ് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫൈനൽ കണ്ടന്റ് നമ്മൾ ആക്ച്വൽ സെർവറിൽ, വെബ് സെർവറിൽ കൊണ്ട് ഡിപ്ലോയ് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ ആക്ച്വലി നല്ലൊരു വെബ് സെർവർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും. നല്ലതെന്ന് പറയുന്നത് ഇത് ശരിക്കും ലോക്കൽ ഡെവലപ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു വെബ് സെർവറാണ് നമ്മൾ ഈ ലൈവ് സെർവർ എന്ന് പറയുന്നത്. അവിടെ പക്ഷേ നമുക്ക് ആയിരക്കണക്കിന് 10000കണക്കിന് റിക്വസ്റ്റുകൾ ഒരുമിച്ച് റിസീവ് ചെയ്യാൻ പറ്റുന്ന നല്ല കപ്പാസിറ്റി ഉള്ള ഒരു വെബ് സെർവർ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അങ്ങനത്തെ ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട്. അതിൽ വരുന്നതാണ് അപ്പാഷെ, ടോം കാറ്റ്, അതേപോലെ മൈക്രോസോഫ്റ്റിൻ്റെ IIS. ഇതെല്ലാം അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ പ്രൊഡക്ഷനിൽ ലൈവ് അയക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന വെബ് സെർവറുകളാണ്. അതിൻ്റെ ഒരു ചെറിയൊരു മിനി വേർഷനാണ് നമ്മൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതിൻ്റെ എക്സ്റ്റൻഷന്, ലൈവ് സെർവർ എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ. ഓക്കെ.